ഇന്ന് ലാലേട്ടൻ പറഞ്ഞ ദിവസമാണ്. ഞാൻ ഈഗർലി വെയിറ്റിംഗ് ആണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് ഈ എന്താ പറയുക, ഇഷ്ടമില്ലാത്തൊക്കെ കുഷ്ടമെന്ന് പറഞ്ഞ മാതിരി വെറുതെ കുറേ തെറിയും പറഞ്ഞ് യുനോ ലൈക്ക് നിങ്ങളുടെ വീടിൻ്റെ നടുമുറ്റത്ത് കിടക്കാത്തൊരു സംഭവം എന്ത് തന്നെ ആയിക്കോട്ടെ, അറിയാത്ത ഒരാളെ പറ്റി ഇങ്ങനെ കൊണകൊണാന്ന് പറയുന്ന നേരം കൊണ്ട് ഇല്ല സമയം സേവ് ചെയ്ത് കുറച്ച് ലൈക്ക് യുനോ അഭിപ്രായങ്ങൾ മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യാൻ നോക്കുക. റിക്വസ്റ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു കാര്യം വേണേ കേട്ടാൽ മതി. അപ്പോൾ എൻ്റെ കുറച്ച് ലാലേട്ടൻ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഡാം ഷുവർ ജബ്രി എയറിലായിരിക്കും. ഒരു ആക്ഷനും ഇല്ല ജബ്രി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. പവർ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരങ്ങൻ്റെ ഒരു പൂമാല കിട്ടിയ മാതിരിയുടെ അവസ്ഥയാണ്. അതിൻ്റെ ഉള്ളിൽ ശ്രീരേജിക്ക് പിന്നെയും ഇത്രയെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ജാൻമണി ഒന്നും ചെയ്യുന്നില്ല. ജാൻമണിയൊക്കെ നല്ല കാലിബറും ടാലൻറ്റും ഉള്ള ആളാണ്. ആ ഒരു പവർ എടുക്കുന്നില്ല. 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും 10 അഭിപ്രായങ്ങളാണ്. ഒരു പവർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ടീം എന്ന് പറയുന്നത്? അവരത് ഒരുമിച്ച് നിന്ന് പ്ലാനാക്കി സംസാരിച്ച് ചെയ്യണം. ഇന്നലെ ജിൻഡോ സ്മോക്കിംഗ് റൂമിൻ്റെ അവിടെ നിന്ന് കരഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളില്ലേ, നമ്മൾ 3 പേരും എടുക്കുന്ന തീരുമാനം സക്സസ് ആയി കഴിഞ്ഞാൽ അത് ആ ടീമിൻ്റെ ജയമാണ്. ഇത് ഇവർ അർഹിക്കാതെ ആ ഒരു പവർ കിട്ടണമെന്ന് ആഗ്രഹം ഇല്ലാതെ എന്തോ ചക്കവീണ മൂലത്തെ മാതിരി കയറിയതുകൊണ്ടാണ് ഒരു രീതിയിലുള്ള യമുന റാണി വരുന്നു, അത് ചെയ്യൂ ഇത് ചെയ്യൂ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു പോകുന്നു. ജബ്രി ആണെങ്കിൽ ആര് ഫുഡ് എടുക്കുന്നു, ആര് ഫുഡ് കളയുന്നു, ആർക്ക് ചോക്ലേറ്റ് കൊടുക്കണം, ആരൊക്കെയാണ് എൻ്റെ ഐസ്ക്രീം, അതൊക്കെയാണ് നോക്കുന്നത്. അല്ലാതെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഒരു പവർ ടീമിൻ്റെ പവർ അവർ യൂസ് ചെയ്യുന്നില്ല. അതിൽ ലാലേട്ടൻ എന്തായാലും ചോദിക്കണം എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം തന്നെയാണ്. കാരണം അതിനെ വെറും ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജബ്രി കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്ക് ഒറ്റപ്പെടുന്നു എന്നുള്ള സ്ട്രാറ്റജി, ഇവരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തുകയാണെന്ന് ജാസ്മിൻ പറയുകയാണെങ്കിൽ അവിടെ തീർന്നു. രണ്ടാമത് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആൻഡ് ഇവർ കുറ്റപ്പെടുത്തണമെന്നും പറഞ്ഞ എല്ലാം നാട്ടുകാരുടെയും കണ്ടസ്റ്റൻസിൻ്റെയും തലയിലിട്ട് കഴിഞ്ഞാൽ അവിടെയും തീർന്നു. പിന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിലിരുന്ന് ജാസ്മിൻ ഉറങ്ങിയ കാര്യം, വെളുപ്പിനൊക്കെ വരെ കിടന്ന് ഉറങ്ങിക്കൂടെ എന്നുള്ള കാര്യം, ചോക്ലേറ്റിൻ്റെ കാര്യം, അതേപോലെ നമ്മുടെ റസ്മിൻ ബൈ പവർ റൂമിലോട്ട് കയറി വന്നപ്പോൾ ഇന്നലെ ജബ്രി പറയണ്ടായിരുന്നു പവർ റൂമിലോട്ട് വന്നതും നിന്നതും ഒന്നും കണ്ടില്ല എന്ന്. അന്ധനായിരുന്നു അവൻ. അതല്ലെങ്കിൽ ജാസ്മിൻ്റെ ആ ഒരു സൗന്ദര്യത്തിൽ മുങ്ങിപ്പോയതുകൊണ്ട് വന്നതും പോയതും ഒന്നും കണ്ടില്ലേ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അടുത്തത് കിട്ടാൻ പോകുന്ന റോക്കിക്കാണ്. റോക്കി ഒരു ഫ്രസ്ട്രേറ്റഡ് ലെവലിലുള്ള ക്യാരക്ടറാണ് അവിടെ കാണിച്ചത്. പുറത്തിരുന്ന് നമുക്ക് കാണുമ്പോൾ അവൻ അങ്ങനെ ചെയ്തപ്പോൾ ഇവൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ പറയാം. പക്ഷെ അതല്ല ശരിക്കും ഒരു വീട്ടിൽ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഉറപ്പായിട്ടും ലാലേട്ടൻ ചോദിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അയാൾ അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യം വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ റോക്കിയും ചെറുതായിട്ട് ഏറ്റവും കൂടുതൽ കയറാൻ പോണ ജബ്രിയാണ്. റോക്കി നൈസായിട്ട് കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് എനിക്ക് സുരേഷ് ഏട്ടനൊന്നും സംസാരിക്കുന്ന കാണുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ജയിൽ നോമിനേഷനിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. ഐ ഡോണ്ട് നോ വൈ. ഋഷിയുടെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരവസ്ഥ. മോനെ എന്താ മോനെ ഇത് എന്നുള്ള രീതിയിലൊരു സംസാരം വരും. ഓൾറെഡി വാർണിംഗ് കൊടുത്തിരിക്കുന്നതാണ്. ഈ മോനെ വിളി ചിലപ്പോൾ ഉണ്ടാവില്ല. കഴിഞ്ഞ സീസണിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ശുദ്ധമായ മോനെ വിളിയാണ് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഒന്നുമില്ല. ആ ഒരു വിളി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തൊരു ചോദിക്കാൻ ഇന്നലെ നമ്മുടെ അർജുൻ്റെ ആക്ട്, അത് ശ്രീരേജ് ചേച്ചി വ്യക്തമായിട്ട് ചോദിക്കുന്നത്. പവർ ടീമിലെ ആൾക്കാരേ ശുദ്ധ വേസ്റ്റ്. അവരെന്ത് കാണിച്ചു കഴിഞ്ഞാൽ അതിനൊരു കുഴപ്പമില്ല. തോന്നിയ സമയത്ത് ബാഡ്ജ് വലിച്ചൂരിട്ടിട്ട് പോവുക, അതിന് തിരിച്ചു പോയി എടുക്കുക. ഒന്ന് പറഞ്ഞ 2ാം മാർക്കിന് LKG പിള്ളേരെ പോലെ ഇതിനൊരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ ആഗ്രഹിക്കാതെയും അർഹിക്കാതെയും കൊടുത്തോണ്ടായിരിക്കാം ഒരു പക്ഷേ അതിങ്ങനെ വാല്യൂ ഇല്ലാതെ പോകുന്നത്. അതിനും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. അങ്ങനെ ആകെ മൊത്തം ടോട്ടലി ഇരട്ടത്താപ്പും ഒരു നിലപാടില്ലാത്ത വർത്താനവും സൈലൻ്റ് ആവേണ്ട സമയത്ത് ഭയങ്കര ഓവർ റിയാക്ട് ചെയ്യുന്നതിനും ലൈക്ക് ഏറ്റവും കൂടുതൽ ഏറി കയറി നല്ലൊരു വാണിംഗ്, അല്ലെങ്കിൽ എന്തിനാ മക്കളെ ഇങ്ങോട്ട് പോകുന്നത് എന്നുള്ളത് ജബ്രിക്കും ജബ്രിക്കായിരിക്കും കൂടുതൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞാൻ പേഴ്സണലി വെയിറ്റിംഗ് ആണ്. കാരണം തുടങ്ങിയപ്പോൾ തൊട്ട് തമ്മിത്തൽ മാത്രമല്ല ബിഗ് ബോസിൽ വേണ്ടതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എല്ലാ രീതിയിലുള്ള ഒരു കണ്ടന്റ് ഒരു സൂപ്പർ മാർക്കറ്റാണ്. കാരണം ഒരു മെസ്സേജാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ മനുഷ്യത്വം ഇല്ലാതെ പട കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് കയറുന്നതല്ല. കാരണം കുടുംബം പിള്ളേരൊക്കെ കാണുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ ആ രീതിയിൽ ലാലേട്ടൻ തേച്ചൊട്ടിക്കണം, കാര്യങ്ങൾക്ക് തീരുമാനമാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നോക്കാം ആരേ കഞ്ഞി പഴങ്കഞ്ഞി പോലെ ആവുമത്.